ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 14. ഭിന്നതയില്ലാത്ത ഒരു ഭവനം. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. അമേരിക്കൻ സെനറ്റിലേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത അവസരത്തിൽ 1858 ജൂൺ 16 എബ്രഹാം ലിങ്കൺ തൻ്റെ പ്രസിദ്ധമായ ഭിന്നിച്ച ഭവനമെന്ന പ്രസംഗം നടത്തി. അടിമത്തത്തോട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിലനിന്നിരുന്ന ചേരിതിരിവുകളാണ് ഇതിൽ അദ്ദേഹം പരാമർശിച്ചത്. ഈ പ്രസംഗം ശത്രുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ചലനം സൃഷ്ടിച്ചു. മത്തായി 12:26 യേശു ഉപയോഗിച്ച ഭിന്നിച്ച ഭവനം എന്ന പ്രയോഗം തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം അത് പ്രസിദ്ധവും ലളിതമായി അവതരിപ്പിക്കുന്നതുമാണ്. ഈ രൂപകത്തിലൂടെ അദ്ദേഹം ആളുകളുടെ മനസ്സിലേക്ക് തൻ്റെ ആശയം സന്നിവേശിപ്പിച്ച് കാലഘട്ടത്തിൻ്റെ വിപത്തിനെക്കുറിച്ച് അവരെ ഉണർത്തുകയായിരുന്നു. ഭിന്നിച്ചു നിലനിൽക്കുന്ന ഒരു ഭവനത്തിന് നിലനിൽക്കാനാകില്ല എന്ന് പറയുമ്പോൾ ഭിന്നതയില്ലാത്ത ഭവനം ഐക്യത്തോടെ നിലനിൽക്കുന്നു എന്ന് കൂടിയാണല്ലോ. തത്വത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തെ ഇങ്ങനെ വിഭാവന ചെയ്തിട്ടുള്ളതാണ്. വിവിധ പശ്ചാത്തലങ്ങളിലുള്ളവരെങ്കിലും യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നാമെല്ലാം ദൈവത്തോട് അതുവഴി തമ്മിലും അനുരഞ്ജനം പ്രാപിച്ചിരിക്കുന്നു. ഈ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് വിശ്വാസികളോട് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നത്. ഒരുമിച്ച് നിൽക്കുന്ന കുടുംബങ്ങളെയും വിശ്വാസികളെയും ഒക്കെ ഭിന്നിപ്പിക്കാനുള്ള വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ ആവശ്യമായ പരിജ്ഞാനവും ബലവും പരിശുദ്ധാത്മാവിലൂടെ ദൈവം നൽകുന്നു. ഭിന്നതയുടെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി നിൽക്കാൻ അതുവഴി നമുക്ക് കഴിയുന്നു. ചിന്തിക്കുക, കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നയാളായി ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ബന്ധങ്ങളിലെ സംഘർഷവും തകർച്ചയും പരിഹരിക്കാൻ സഹായിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഏവ? ദൈവത്തിന് മഹത്വം.